അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഈ ഡിസ്കഷനിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട കാലിക പ്രസക്തമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിനായിട്ടാണ്. ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം, ഇന്ന് ലോകത്ത് പ്രിവെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കണോമിക് സിസ്റ്റം, ഇതിനെക്കുറിച്ച് വളരെ കൂലങ്കഷമായിട്ട് ഒരു വിചിന്തനം നടത്തേണ്ട ഒരു അത്യാവശ്യമാണ്. പൂർണ്ണമായിട്ടും ഒരു ഡെപ്റ്റ് സെൻട്രിക്കായ ഒരു സിസ്റ്റത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ നവകാലിക എക്കോണമിക് സിസ്റ്റം, അതിന് ഒരു ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ഒരു കൺസിക്വൻസ് ആയിട്ട്, നെഗറ്റീവ് സൈഡായിട്ട് പലപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒന്നാണ് സമ്പന്നൻ എന്നും അതിസമ്പന്നാകുന്നു, ദരിദ്രൻ എന്നും അതിദാരിദ്ര്യത്തിലേക്ക് വീഴ്ന്നു പോകുന്നു. യഥാർത്ഥത്തിൽ ഈ അടുത്ത് വന്ന വേൾഡ് ഇനിക്വാലിറ്റി ലാബ് പുറത്തുവിട്ട ഒരു ഇനിക്വാലിറ്റി റിപ്പോർട്ടുണ്ട്. അതിൽ സൂചിപ്പിക്കുന്നുണ്ട്, ലോകത്തിലെ ജനസംഖ്യയുടെ 10% പേരിലാണ് ലോകത്തിലെ മുഴുവൻ GDP-യുടെ 75%-ലേറെ സമ്പത്ത് നിലനിൽക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയിലേക്ക് നോക്കുകയാണെങ്കിലും. വളരെ തുച്ഛം, വിരലിൽ എണ്ണാൻ പറ്റുന്ന ഏതാനും ചില കക്ഷികളുടെ ബിസിനസ് ടൈക്കൂണിൻ്റെ കൈകളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ ശതമാനം GDP-യും നിലനിൽക്കുന്നത്. സോ ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് സക്കാത്ത്, ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ടൂളായ സക്കാത്ത്, സ്വതക്ക, അല്ലെങ്കിൽ അതുപോലത്തെ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ടൂൾസായ വഖഫ്, ഇതൊക്കെ ഏത് രീതിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, പോവർട്ടി അലിവേഷന് സഹായകരമാകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. സക്കാത്ത് ആൻഡ് സോഷ്യൽ ഫൈനാൻസ്, ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് റെലവൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഇൻ ദ മോഡേൺ വേൾഡ്. സോ വിഷയത്തിൽ നമ്മൾ ഈ സക്കാത്ത് അഥവാ നമ്മുടെ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ടൂളായ സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ, അത് എങ്ങനെ, ആർക്ക്, ഏത് രീതിയിൽ ആണ് കൈകാര്യം ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ് ആ കൃത്യമായ അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട്, അതിൻ്റെ ഒരു മഖാസിദായിട്ട് പറയുന്ന ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു കൃത്യമായ ഒരു ഈക്വൽ ബേസ്ഡുള്ള ഒരു എക്കോണമിക് സിസ്റ്റം വളരെ നല്ല രീതിയിൽ മണിയൊക്കെ പരിപൂർണാർത്ഥത്തിൽ ഫ്ലോ ആവുന്ന, സർക്കുലേറ്റ് ആവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കട്ടെ. സാധാരണ നമ്മൾ പലപ്പോഴും ഈ സക്കാത്തിനെയൊക്കെ ഒരു മതപരമായൊരു ചടങ്ങ്, അല്ലെങ്കിൽ മതപരമായി നിർബന്ധിതമായി ചെയ്യേണ്ട ഒരു കാര്യം എന്നൊക്കെയാണ് പലപ്പോഴും ഇവിടെ ആളുകളൊക്കെ കാണാറുള്ളത്. എന്നാൽ നമ്മളിന്ന് ലോക നിലവാരത്തിലുള്ള പല കമ്പനികൾ നോക്കുകയാണെങ്കിൽ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് സാലറി എന്നതിലുപരിയായിട്ട് അവരുടെ എത്ര കൊടുക്കണം, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കണം എന്നല്ല, ശരിക്കും സക്കാത്ത് എങ്ങനെ കൊടുക്കണം, ആ കൊടുത്ത സക്കാത്ത് എങ്ങനെ ആളുകൾ വിനിയോഗിക്കണം. ശരിക്കും നമ്മൾ ഓരോ വർഷം കൊടുത്ത ആളുകൾക്ക് തന്നെ വീണ്ടും അടുത്ത വർഷം കൊടുക്കുക. ശരിക്കും ഇസ്ലാമിൻ്റെ അസ്ൽ എന്നുള്ളത്, ഈ സക്കാത്ത് കൊടുത്തൊരു പാവപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി അടുത്ത കൊല്ലാവുമ്പോൾ ആ സക്കാത്ത് വാങ്ങാൻ അർഹനാവരുത്. കാരണം ആ പൈസ വെച്ചിട്ട് ഭാവിയിൽ അവൻ ആ പൈസ എങ്ങനെ യൂസ് ചെയ്യണം. ശരിക്കും നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ചടങ്ങായിട്ട് നമ്മൾ ആ സക്കാത്ത് കൊടുത്ത് വിട്ടുകയാണ്. ശരിക്കും ഈ സക്കാത്ത് വാങ്ങണവർക്ക് നമുക്കൊരു അവബോധം സൃഷ്ടിക്കാനുണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരുപാട് പ്രാക്ടീസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് പല നാടുകളിൽ, അതായത് മലേഷ്യ പോലെയുള്ള കൺട്രീസിൽ ഇവർ ഒരു സിസ്റ്റം കൊണ്ടുവന്നേക്കാണ്. സക്കാത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സക്കാത്ത് വെച്ചിട്ട് അവർക്ക് എങ്ങനെ ഒരു സീഡ് മണി എന്ന് പറയും, അതായത് ആ മണി വെച്ചിട്ട് ഒരു വിത്തായിട്ടായിരിക്കും നമ്മളത് കൊടുക്കുക. അതെങ്ങനെ ഒരു മരമാക്കി വളർത്താം, അതിനുള്ളൊരു അതിനെക്കുറിച്ചൊരു അവബോധം അവർക്ക് കൊടുക്കും. അതിനൊപ്പം തന്നെ ഈ പൈസ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ സമ്പാദിക്കുക എന്നതിനെ കുറിച്ചൊരു ട്രെയിനിങ് കൊടുക്കും. ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ട് പല ആളുകൾ, അതായത് 1970-ൽ 70%
ദാരിദ്ര്യ നിരക്കിൽ നിന്ന് ഇപ്പോൾ 2019 എത്തിയപ്പോൾ 5.7% എത്തിയേക്കും. ഇതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് അവിടെ കൊടുക്കുന്ന സക്കാത്ത് എങ്ങനെ പ്രാവർത്തികമാക്കാം, എങ്ങനെ ആളുകൾക്ക് ഇത് കൂടുതൽ ഉപകാരപ്രദമാക്കുക എന്നൊരു പദ്ധതിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബാക്കിയുള്ള മലേഷ്യ അല്ല ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഈ ദാരിദ്ര്യം എങ്ങനെ കുറയ്ക്കാൻ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റും. അവയർനെസ് ആണ് എല്ലായിടത്തും എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഉള്ളത്. ഇപ്പോൾ ഇപ്പം നമ്മളെ നാട്ടുമ്പുറങ്ങളിലേക്ക് വന്നാൽ തന്നെ ഇപ്പോൾ കേരളീയ രാഷ്ട്രത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ പല സെക്ടറുകളാണ്, പല സെക്ടറുകളും പല രീതിയിൽ പോകുള്ളൂ. പലപ്പോഴും ആൾക്കാർക്ക് എന്തില്ല, സക്കാത്തിന് അർഹരാണോ, സക്കാത്തിന് കൊടുക്കാൻ ഞാൻ എൻ്റെ ധനത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ, ഈ ചോദ്യങ്ങൾ സത്യത്തിൽ എന്തെങ്കിലും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ മലേഷ്യയിൽ ഇപ്പോൾ ഈ വിഷയം സൂചിപ്പിച്ചു, മലേഷ്യ പോലെ തന്നെ ഇപ്പോൾ മാലി അല്ലെങ്കിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഇവിടെയൊക്കെ സത്യത്തിൽ അതോറിറ്റി, അതായത് രാജ്യം തന്നെ ഒരു സക്കാത്ത് സിസ്റ്റം ഉണ്ട്. അതന്നെ കംപ്ലീറ്റ്ലി സക്കാത്ത് ആൻഡ് ടാക്സ് ഇൻറ്റിഗ്രേറ്റഡ് ഒക്കെ ആയിട്ടുള്ള സിസ്റ്റം, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവർ മൊത്തത്തിൽ കളക്ട് ചെയ്യും, അവർ അതിൻ്റെ അർഹതകളിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാൽ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഈ രീതിയിൽ അവിടുത്തെ രാജ്യം ഒരു സിസ്റ്റം വെക്കുന്നു, ആ സിസ്റ്റത്തിൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതിൻ്റെ ഭാഗമാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ അവയർനെസ്സും കാര്യങ്ങളും എത്തുന്നു. ഇതാണ് ആ രാജ്യങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പോവർട്ടി അലിവേഷൻ ഏതെങ്കിലും നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എത്താനുള്ളൊരു നിദാനം. പക്ഷെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പലപ്പോഴും എത്താത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് എന്താണ്, ഇത്തരത്തിലുള്ളൊരു സിസ്റ്റമാറ്റിക് ഇതിൻ്റെ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിൽ പറയുകയാണെങ്കിൽ മലേഷ്യ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ പല രീതികളിലാണ് ഈ സക്കാത്തിൻ്റെ പണം വിനിയോഗിക്കുന്നത്. ഒരു ലംബേഗ അങ്ങനെ എന്തോ ആണ്, ലംബേഗ സക്കാത്ത് എന്നുള്ള പേരിൽ അവരത് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, അവർ ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് അവരെ വിദ്യാഭ്യാസം, ഇപ്പോൾ ദാരിദ്ര്യത്തിനൊരു വേൾഡ് ബാങ്ക് കാരണമായിട്ട് എണ്ണപ്പെടേണ്ട വിദ്യാഭ്യാസം ഇല്ലായ്മ അങ്ങനെ എണ്ണപ്പെടുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം നമ്മളിവിടെ നിന്ന് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം അങ്ങനെയൊന്നല്ല, മറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ അകത്തൊക്കെ വിവരങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി, അതിനാണ് അവർ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വിദ്യാഭ്യാസം ഇല്ലായ്മ പോവർട്ടിയിലേക്ക് ഒരു കാരണമായിട്ട് വേൾഡ് ബാങ്ക് പറയുമ്പോൾ അവർ ഇതിൽ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ സക്കാത്തൊക്കെ ഈ വിദ്യാഭ്യാസ പദ്ധതിക്കായിട്ട് ഒരു ഭാഗം മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പഠനത്തിന് വേണ്ടി കഴിവില്ലാത്തവർ, എന്നാൽ പഠിക്കാൻ താല്പര്യരായ പഠനത്തിന് കഴിവില്ലാത്ത, സ്കൂളുകളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്കൊക്കെ ഇവർ ഈ സക്കാത്തിൽ നിന്നും പിരിക്കുന്ന ഒരു കളക്റ്റീവ് സക്കാത്തിൽ നിന്നും പിരിക്കുന്ന ഒരു പണം ഇവർ ഉപയോഗിക്കുന്നുണ്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സസ്, അതായത് നമ്മുടെ ആരോഗ്യ, മെഡിക്കൽ, അതുപോലെ ഈ എക്കണോമിക്, ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അതിലേക്കും അവർ സക്കാത്തിൻ്റെ ഫണ്ടുകൾ, അതായത് കേവലം അവർ കൊടുക്കുന്ന സക്കാത്ത് പാവപ്പെട്ടവരിലേക്ക് എത്തുക മാത്രമല്ല, അതിന് പുറമെ, അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ മുമ്പ് മറ്റേ ഉമർ ഇബ്നുൽ അസീസിൻ്റെ കാലത്തല്ലേ, അദ്ദേഹത്തിൻ്റെ കാലത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലായിരുന്നു, അത്രയ്ക്ക് പുരോഗമിച്ചിരുന്നു എന്ന് പറയും. അതായത് മലേഷ്യയിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ 70% നിന്ന് 5-6% എത്തിക്കഴിഞ്ഞപ്പോഴും അപ്പോൾ സക്കാത്ത് ഇത്ര ആളുകൾക്ക് കൊടുത്താലും ഇത്ര തുക ബാക്കിയുണ്ട്, ആ ബാക്കിയുള്ള തുക വെച്ച് അവരെന്ത് ചെയ്തു എന്നതിനെ കുറിച്ചുള്ള നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം. ഇങ്ങനെ വിദ്യാഭ്യാസത്തിലേക്ക്, അതുപോലെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക്, പിന്നെ ഹൗസിംഗ് പ്രൊജക്റ്റ്, അതുപോലെ തന്നെ ടാക്സ് റിബേറ്റ്. ഇത് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞത് ഇൻ്റഗ്രേറ്റ് ചെയ്തുള്ള സിസ്റ്റം. ഈ ആൾക്കാർക്ക് പണം കൊടുത്തിട്ട് പിന്നെ അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് ചെലവഴിച്ചു ശേഷം എന്ത് ചെയ്യും, നടത്തുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും എന്ത് ചെയ്യണം, പണം നൽകണം. അതിന് പകരം ഇതുപോലെ തന്നെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു അസറ്റ് ബേസ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നിൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കണ്ടുവരുന്നത് പണം, കാര്യമായിട്ട് എല്ലാത്തിനും പണം തന്നെ നൽകുക എന്നുള്ളതാണ്. അത് മാറ്റിക്കണ്ട് ഒരു അസറ്റ് ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തൊഴിലോ അല്ലെങ്കിൽ അതിന് വേണ്ട ഉപകരണങ്ങളോ അല്ലെങ്കിൽ വീടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൂർണ്ണമായിട്ട് നൽകുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, ഒന്നുകൂടെ മെച്ചപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ
ചർച്ച ഒന്നും കൂടി ഒരു കിതാബിയായിട്ട് അല്ലെങ്കിൽ ഫിഖിപരമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കളക്റ്റീവ് സക്കാത്ത് അല്ലെങ്കിൽ ഇത്തരം ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിലേക്കൊക്കെ ഈ പറഞ്ഞ സക്കാത്തിൻ്റെ ഫണ്ട് നീക്കാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മേഖലയാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറയില്ല ലിൽ ഫുഖറാഇ വൽ മസാക്കീന എന്ന് പറഞ്ഞാൽ ഒരു 8 വിഭാഗക്കാരെ ഉണ്ട്. അപ്പോൾ ഈ വിഭാഗക്കാർ ഈ 8 വിഭാഗത്തിൽ മാത്രം ഒതുങ്ങിയതാണോ സക്കാത്തിൻ്റെ അർഹർ, അതോ ഇതിൽ തന്നെ ഇവരിൽ തന്നെ എത്രത്തോളം വൈഡായിട്ട് ഏതൊക്കെ രീതിയിലേക്ക് മാറ്റി കൊടുക്കാം, അങ്ങനെയൊക്കെ അതന്നെ. ഇപ്പോൾ സക്കാത്ത് പറയുകയാണെങ്കിൽ സക്കാത്ത് എന്തില്ല, എല്ലാ മുതലിലും ഒന്നുമില്ല, സക്കാത്തൊന്നുമില്ല. സക്കാത്ത് വളരെ നിശ്ചിതമായി പറഞ്ഞ കാര്യത്തിൽ മാത്രമേ സക്കാത്തുള്ളൂ. അപ്പോൾ അതല്ലാതെ എല്ലാത്തിലും ഉണ്ടോ എന്നുള്ളതൊക്കെ വളരെ കൂടുതൽ വ്യാപിച്ച രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോൾ ഇവിടെ ഈ സക്കാത്ത് എന്നുള്ളതിനെ ഈ പറഞ്ഞ ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിന് ഇന്നത്തെ മോഡേൺ വേൾഡിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിന് സ്വീകരിക്കുന്ന കുറേ നയങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഇപ്പോൾ പ്രധാനമന്ത്രി ആയോജന ഒരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞാൽ വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ദാരിദ്ര്യമായ പാവപ്പെട്ട പട്ടികജാതി വിഭാഗക്കാർക്കൊക്കെ ഇത്ര സംഖ്യ നൽകുക, രീതിയിലുള്ള ചില പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പറയുന്ന രീതികളായിട്ടുള്ളത്. അപ്പോൾ ആ രീതികളിലേക്കാളും ഏറ്റവും അഭികാമ്യമായതൊന്ന് സക്കാത്ത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ 8 വിഭാഗക്കാരാണോ, അതിനപ്പുറത്തുണ്ടോ, അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനെ നിശ്ചിതമായ പ്രവർത്തനങ്ങളിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, പൂൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഇരുന്നില്ല ആളുകൾ. ഞാനിപ്പോൾ ഈ അടുത്ത് യാസിർ ഖാദിയും അമേരിക്കയിലെ ഒരു ഫിഖ് കൗൺസിലിലെ അവിടുത്തെ ഒരു ഹെഡായ അദ്ദേഹത്തിൻ്റെ പേരും ഓർമ്മയില്ല, അദ്ദേഹമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് കേൾക്കാനുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ആശയമുണ്ട്, ഫീ സബീലില്ലാഹി ഒരു എണ്ണപ്പെട്ടൊരു കൂട്ടരാണല്ലോ ഈ അർഹര എന്നുള്ളത്. അപ്പോൾ ഫീ സബീലില്ലാഹി എന്നുള്ളതിലേക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധമാണ്, പോരാട്ടമാണ് ഈ വെസ്റ്റ് കൊളോണിയലിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരെ. കാരണം മുസ്ലിങ്ങൾ അത്രമേൽ അത് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ പൊളിറ്റിക്കലി നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും എത്തിപ്പെടണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ ലോകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇസ്ലാമോഫോബിയ അത്രയും വ്യാപിച്ച കാലത്ത് മുസ്ലിങ്ങളെ എല്ലാ നിലക്കും അടിച്ചൊതുക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി വേണം എന്നുള്ളൊരു പറയുന്ന ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി നമ്മളിപ്പോൾ സെഹ്റ മംദാനി അവിടെ എത്തി. അതുപോലെ നമ്മൾ എന്തെങ്കിലും എത്തണമെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക്, പൊളിറ്റിക്കൽ ലോബിയിലേക്ക് ഈ സക്കാത്തിൻ്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിലേക്ക് ഫീ സബീലില്ലാഹി എന്നുള്ളതിന് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ വ്യതിരിക്തമായ ഒരു വായന എടുത്ത് കേൾക്കുകയുണ്ടായി. കാരണം നമ്മൾ ഇപ്പോൾ തിയോഡർ ഹെഴ്സൽ മൂപ്പര് 18-ാം നൂറ്റാണ്ടിൽ സയനിസം എന്നുള്ളൊരു ലോബി തുടങ്ങും. അത് വെറും വളരെ അടുത്തൊരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇസ്രായേൽ ഈ പറഞ്ഞ 57 മുസ്ലിം കൺട്രികളുടെ നടുവിൽ നിന്നുകൊണ്ട് അവരുടെ കരളിൻ്റെ കഷ്ണമായ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോളി സിറ്റി, ആ ഹോളി സിറ്റിയെ വളരെ സിമ്പിളായിട്ട് ഫുൾ ടെലിവിഷൻ കവറേജോടുകൂടി ആക്രമിക്കുന്നു, അവിടെ ബോംബിടുന്നു, അവിടെ എല്ലാം ചെയ്യുന്നു. അവിടെ എല്ലാം ചെയ്തിട്ടും ഇവരൊക്കെ നിശബ്ദരാണ്, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും അടിച്ചമർത്തിപ്പെട്ടുകൊണ്ട് അവരുടെ മേൽ അത്രമേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ആ രീതിയിലുള്ളൊരു വായന അദ്ദേഹം നടത്തുന്നതിൽ ഭയങ്കര ഒരു നല്ലൊരു വായന ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഫിഖിയായ വശം, അതിൻ്റെ ആ ഒരു വശത്തെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആലോചിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഞാൻ ആ ഒരു വ്യത്യസ്തമായ വായനയെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. പിന്നെ സക്കാത്ത് നമുക്കിനി ഭാവിയിൽ ഇപ്പോൾ പറയാലോ ഫുള്ള് ഡിജിറ്റലൈസ്ഡാണ്. അപ്പോൾ നമുക്കിനി ഭാവിയിൽ എങ്ങനെ ഇതൊരു സക്കാത്ത് കൂടുതൽ നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺക്ലൂഷനിലേക്ക് നമ്മളെത്തുമ്പോൾ ഏകദേശം ഇന്ന് മലേഷ്യ പോലെയുള്ള, പാകിസ്ഥാൻ പോലെ, ലിബിയ പോലെയുള്ള കൺട്രീസിലൊക്കെ വളരെ
പ്രവർത്തനാത്മകമായ രീതിയിൽ വളരെ അർത്ഥവത്തായ രീതിയിൽ ഇങ്ങനെ സക്കാത്തിന്റെ സമ്പ്രദായം നടക്കുമ്പോഴും എന്തുകൊണ്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ സക്കാത്ത് കൊടുക്കല് വാങ്ങലുകൾ കൂടുതൽ എത്തുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഇതാക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഒന്നാമത് ഇവർ പല ആൾക്കാർക്കും അവബോധം ഇല്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് എപ്പോൾ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഇതില്ല. അപ്പോൾ നമുക്ക് ആകെ ഉണ്ടാവുന്നത് മുമ്പ് സൂചിപ്പിച്ച പോലെ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ സംസാരം ഉണ്ടാവും. അത് 1 or 2 റമദാനിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ഫിത്ർ സക്കാത്തിനൊപ്പം കൊടുക്കുന്ന രീതി. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ അബൂബക്കർ റളിയല്ലാഹുവിനല്ലേ പറഞ്ഞ സക്കാത്ത് കൊടുക്കുമ്പോൾ അതെ, ഒട്ടകത്തിന് നിഗ്ധങ്ങളുടെ കാലഘട്ടത്തിൽ ഒട്ടകം നൽകുമ്പോൾ അതിന്റെ കൂടെ കയറ് നൽകിയിരുന്നെങ്കിൽ ആ കയറും ഞാൻ എന്ത് ചെയ്യും പിടിച്ചു വാങ്ങുമായിരുന്നു. അപ്പൊ അത്രത്തോളം പ്രാധാന്യം ഇസ്ലാം സക്കാത്തിന് കൊടുക്കേണ്ടത്. ഇപ്പൊ അഥവാ നമ്മൾ അവബോധം കൊടുത്തിട്ടും ആളുകൾ സക്കാത്ത് കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അപ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ മൊത്തത്തിലൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇതൊന്ന് ഡിജിറ്റലൈസ്ഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ പറയൂലേ ഇൻകം ടാക്സ് ഒക്കെ നമ്മുടെ ഒരു വ്യക്തിക്ക് എത്രത്തോളം സാലറി കിട്ടുന്നുണ്ട്, എത്രത്തോളം ക്യാപിറ്റൽ ഉണ്ട് അവന്, ഇതൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവരുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇവരുടെ ഈ മലേഷ്യയിലൊക്കെ സത്യത്തില് സക്കാത്ത് ആ ഒരു സിസ്റ്റത്തിലാണ് അത് കളക്ട് ചെയ്തിട്ട് ഫുൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി ഇത്ര ദിവസം, അതായത് ഒരു വർഷമാകുമ്പോൾ ഇപ്പോൾ AI പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു വർഷം എത്തിക്കഴിഞ്ഞാൽ ആൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട തുക എത്രയാണ്, എത്ര ശതമാനം കൊടുക്കണം, എത്ര രൂപ കൊടുക്കണം എന്ന കൃത്യമായ കണക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സക്കാത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ അവബോധം ഇല്ലേ, അവബോധവും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു ഇതായിട്ട് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അഥവാ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇൻ്റഗ്രേറ്റ് ടാക്സ് സക്കാത്ത് ഇൻ്റഗ്രേറ്റ് സിസ്റ്റം ഉണ്ട്. അവിടെ നിന്ന് പറയുന്നത് റമദാൻ 1 ആവുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 2.5% ഇതായിട്ട് സക്കാത്തായിട്ട് പോകും. അതിനുശേഷം അത് നിർബന്ധിത സക്കാത്തായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയതിന് ശേഷം നമ്മൾ എത്രയാണോ അവിടെ ടാക്സ് അടയ്ക്കേണ്ടത്, ഇപ്പോൾ 10% ടാക്സ് അടയ്ക്കേണ്ടത് ഒരാൾ, അങ്ങനെയാണെങ്കിൽ അതായത് 10,000 രൂപ കയ്യിലുണ്ട്, 1000 രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ആ 1000-ൽ നിന്ന് തന്നെ 1000 നിർബന്ധിതമല്ലോ, നമ്മുടെ ഇന്ന് എങ്ങനെയായാലും ടാക്സ് പിടിക്കും, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വസ്തുക്കൾ കൊണ്ടുപോകുക, അങ്ങനെയാണ് അവിടുത്തെ രീതി. അപ്പോൾ 1000 രൂപ നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് റമദാൻ 1 വന്നു കഴിഞ്ഞാൽ അതിൽ 2.5%, അതായത് 1,00,000-ന്റെ 2.5% എന്ന് പറയുമ്പോൾ 2,500. ആ 2,500 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് സക്കാത്ത് വലിക്കും. സക്കാത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ വീണ്ടും 10,000 കൊടുക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ഈ 10,000-ന്റെ ബാക്കി, അതായത് 2,500 കഴിഞ്ഞിട്ട് 7,500 കൊടുത്താൽ മതി. ഇങ്ങനെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏതായാലും ഇന്ത്യൻ ഗവൺമെൻറ് ഇതിന് പുതുതായിട്ട് മുന്നിട്ടിറങ്ങുമോ എന്നെനിക്കറിയില്ല. അതിന് പുറമേ ആയിട്ട് നമ്മുടെ ഇപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ ഓരോ സിസ്റ്റം പഠിക്കുന്നുണ്ട്, വിബ്ജിയോർ പോലെയുള്ള ബാങ്കിങ് വിൻഡോസ് അവരൊക്കെ ഒന്ന് മുന്നിട്ടിറങ്ങി ഒരു യുണൈറ്റഡ് ആയിട്ട് കൊണ്ടുവന്നതിന് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ആവാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ തന്നെ ഇതിലേക്ക് കൂട്ടിവെക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മുടെ വഖഫിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കൃത്യമായ ഒരു ബോർഡ് എന്നുള്ളത് പോലെ തന്നെ കൃത്യമായി കൊണ്ട് സക്കാത്തിന് ഇതുപോലെ ഒരു ബോർഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താണ്ട് ടാക്സോ അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സക്കാത്തിനൊക്കെ ഒന്ന് കളക്റ്റീവായി കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്കതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാ മഹല്ലുകളുടെ കീഴിലാണെങ്കിലും ഓരോരുത്തരുടെയും കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എത്തുമ്പോൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവന് നൽകാനുണ്ട് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി ഒരു കണക്കുണ്ടാകും. ഓരോരുത്തരുടെ പേരിലും അതെന്താണ് നിർബന്ധമാണ്, പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ പാടില്ല, അത് കൃത്യമായി തന്നെ സമൂഹത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അത് ഇന്ത്യയിലുള്ള 10 കുടുംബങ്ങളുടെ കയ്യിലാണ് ഏകദേശം 90% ഇന്ത്യയുടെ GDP-യുടെ കണക്കും വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ബാക്കിയുള്ള ഒരു സമൂഹം മുഴുവൻ എന്ത് ചെയ്യാണ്, ഈ രാജ്യത്ത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരികയാണ് ദരിദ്രർ മാത്രമല്ല മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന അവരും എന്ത് ചെയ്യാണ്, ഒന്നെങ്കിൽ ഉയരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ.
അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ ഒന്ന് പിടിച്ച് കരകയറ്റുമ്പോഴും അതുപോലെ തന്നെ അതിദാരിദ്ര്യത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ത്യ ആണെന്ന് തോന്നുന്നു അമേരിക്കയുടെ വിസിറ്റിന്റെ സമയത്ത് ഒരു ഒരു ചേരി മറച്ചു കെട്ടിക്കൊണ്ട് മറ്റുള്ള രാജ്യക്കാരെ പ്രസിഡന്റിനെ സ്വീകരിച്ച ഒരവസ്ഥ വരെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ മറികടക്കാൻ മുസ്ലിങ്ങളെ മാത്രമല്ല, മുസ്ലിങ്ങളിലേക്ക് ആ പണം എത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ സമൂഹത്തിൽ സർക്കിൾ ഇടുമ്പോൾ സാധാരണക്കാരിലായ എല്ലാ ആളുകൾക്കും അതിന്റെ ഗുണം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കൃത്യമായി തന്നെ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 2007 ഒരു മില്യണർ സ്ലം ഡോഗ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി അല്ല, ഒരു ഫിലിം ഇറങ്ങുന്നുണ്ടായി. അത് 2009 തോന്നുന്നു. നോബലാണോ ഓസ്കാറാണോ? ഓസ്കാർ. അതിനൊരു ഓസ്കാർ അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അരുന്ധതി റോയിനോടൊരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ്, ഇങ്ങനെയൊരു ഫിലിം ഇറങ്ങിയിട്ട് അതിന് ഓസ്കാർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആളുകളൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അരുന്ധതി റോയുടെ ഒരു ഇന്റർവ്യൂവിൽ, ഒരു അമേരിക്കയിൽ ഒരു ഇന്റർവ്യൂ നടത്താണ് അതിൽ ചോദിക്കുന്നത്. അപ്പോൾ അരുന്ധതി റോയ് പറയുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും അവർ ചെയ്യുന്നത് ഒരു ബുദ്ധിമാന്ദ്യമുള്ള ആൾക്കാർ ചെയ്യണ പോലെ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ആ മില്യണർ സ്ലം ഡോഗ് എന്ന് പറഞ്ഞ ആ ഫിലിമിൽ പറയുന്ന രീതി എന്ന് പറയുന്നത്, അതിലെ കഥ എന്നുള്ളത് ഒരു ചേരിയിൽ വളരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയാണ്. എന്നിട്ട് ഭാവിയിൽ ആ കുട്ടി ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുകയും അതിലൊരു മില്യണർ ആവുകയും, അതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ബേസ് കഥ എന്നുള്ളത്. ശരിക്കും ഈ ഫിലിം ഓസ്കാർ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്നുണ്ട്, ഇത് കൊട്ടിഘോഷിച്ച് നടക്കുകയാണ്. ശരിക്കും ഇവര് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, അവരുടെ ചേരിയുടെ അവസ്ഥയാണ് ഈ ഫിലിമിൻ്റെ ആളുകൾ മുമ്പിലേക്ക്, ഇന്ത്യൻ ചേരികളുടെ അവസ്ഥയാണ് മുമ്പിലേക്ക് വെച്ചത്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ 10 കുടുംബങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭൂരിഭാഗം GDP എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ GDP, അതായത് ലോക സാമ്പത്തികത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് കൺട്രീസിൽ, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രീസിൽ, അതായത് ലോകത്തിലെ മൊത്തം സാമ്പത്തികത്തിൽ എനിക്ക് തോന്നുന്നു 3ാമത്തെ രാജ്യമായിട്ട് ഇന്ന് ഇന്ത്യ നിലനിൽക്കുന്നത്. അതിൽ തന്നെ ഈ GDP കുത്തനെ കൂടുമ്പോഴും ഇന്ത്യയുടെ പോവർട്ടി താന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ, അല്ലെങ്കിൽ ലോകത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു പ്രധാനമായൊരു ആയുധം, അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ളൊരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ളത് ഈ സക്കാത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സക്കാത്ത് എന്നൊരു സിസ്റ്റം ആദ്യം നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുപാടുള്ള ആദ്യം നമുക്ക് മഹല്ല് കേന്ദ്രീകൃതമായിട്ട് തുടങ്ങാൻ പറ്റും. ഒരു മഹല്ല് ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ട് അതൊരു നല്ലൊരു സിസ്റ്റമായി മുമ്പോട്ട് വരികയും അത് വിജയകരമായി കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്തുള്ള മഹല്ലുകൾ ഇത് ഏറ്റെടുക്കും. ഇങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് കേരളം മുഴുവൻ ഏറ്റെടുക്കാൻ നല്ലൊരു സാധ്യതയുണ്ട്. ഇങ്ങനെ കേരളം മൊത്തത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോൾ അവർക്കൊരു ചിന്ത ഉണ്ടാകും, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഒരു സക്കാത്ത് മോഡലല്ല, ഇതുപോലെ ഒരു സിസ്റ്റം, സക്കാത്ത് ഡയറക്റ്റ് അല്ല, ഒരു പോവർട്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മറ്റൊരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ എല്ലാവരും ഇങ്ങനെ മുൻകൂട്ടി ഇറങ്ങിയിട്ട് നമുക്ക് പോവർട്ടി കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഈ SDG മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാവരിലും സക്കാത്തിനായിട്ട് ഒരു കമ്പാരിസൺ ചെയ്തുകൊണ്ട് ഒരു മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇതന്നെ ഈ സിസ്റ്റം തന്നെ, അല്ലെങ്കിൽ ഇതുമായി സമാനമായ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതിലൂടെ ഈ പറഞ്ഞ പോവർട്ടി അലിവേഷൻ ചെയ്ത് സമൂഹത്തെ എന്ത് ചെയ്യുക, ഒന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നമ്മൾ കൺക്ലൂഷനിൽ എത്തുമ്പോൾ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ അവയർനെസ് അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കേണ്ടതുണ്ട്. അതിനോട് കൂടെ ഇത്തരം നല്ല പദ്ധതികൾ, നല്ല സിസ്റ്റമുകൾ വരേണ്ടതുണ്ട്. ഒപ്പം ഇതിൻ്റെ ഇസ്ലാമിക് ക്ലാസിക്കൽ ഇതിൻ്റെ രീതി, സക്കാത്ത് ആർക്ക് എങ്ങനെ ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്നുകൂടി മഖാസിദ് ബേസ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി ഒരു വിശാലമായ, ഞാൻ നേരത്തെ അംജയിലെ ആ ഒരു ആലിമിൻ്റെ, അവിടുത്തെ ഒരു സ്കോളറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞ പോലെ ഒന്നുകൂടി വിശാലമായിട്ട് മഖാസിദ് ബേസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മൈനോറിറ്റി മുസ്ലിമുകളൊക്കെ ജീവിക്കുന്ന ഇടങ്ങളിൽ അത്തരത്തിലൊരു വായന കൂടി നടത്തിയാൽ ഈ പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ ഫൈനാൻസിങ് ടൂളായ വഖഫിനെ പോലെ
സ്വതക്കയെ പോലെയുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഇസ്ലാമിൻ്റെ 5 പഞ്ചസ്തംഭങ്ങളിലെ 3ാമത്തേതായ സക്കാത്ത് എന്നുള്ള നമ്മുടെയൊക്കെ അഭിമാനകരമായ ഈ ഒരു ഫൈനാൻഷ്യൽ ടൂളിനെ ലോകത്തിന് മുമ്പിൽ വലിയൊരു മാതൃകയായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ എന്തായാലും സാധിക്കും. കാരണം ഞാൻ ആദ്യം ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഡെപ്റ്റ് സെൻട്രിക് ആയ സിസ്റ്റം ഡെപ്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട്, ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് ഒരു പറ്റം ആളുടെ കൈകളിൽ ഇങ്ങനെ അവരുടെ ബാങ്കിൻ്റെ ലോക്കറിലൊക്കെ ഉള്ളിലായിട്ട് പണം ഇങ്ങനെ കിടക്കുന്നത്. ആ പണം സർക്കുലേറ്റ് ആണെങ്കിൽ അതിൻ്റെ 2.5% അല്ലെങ്കിൽ അതിൻ്റെ നിശ്ചിത ശതമാനം ഇങ്ങനെ പാവപ്പെട്ടവരിലേക്ക് പോകണം. അതിലൂടെ ആ പാവപ്പെട്ടവർ ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ വീണ്ടും ആ മണി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോയാലാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ എക്കണോമിക് ഡിസ്പാരിറ്റിക്കും ഒരു പരിഹാരമാവുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വി ആർ കൺക്ലൂഡിങ് ദിസ് സെഷൻ.